മത്സരിച്ച 5 മത്സരങ്ങളിൽ 4 ഫസ്റ്റ് ലഭിച്ചിരിക്കുകയാണ് പല്ലവി എന്ന മിടുക്കിയായ കുട്ടിക്ക്. നമുക്ക് പല്ലവി ഒന്ന് പരിചയപ്പെടാം. ഹലോ, ഏതായിരുന്നു സ്കൂള്? ഞാൻ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഫോർ ഗേൾസ് പയ്യന്നൂർ. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ല ടൈറ്റ് മത്സരമായിരുന്നു. എല്ലാത്തിനും 15 കുട്ടികൾ ഉണ്ടായിരുന്നു. നല്ല ടൈറ്റ് മത്സരമായിരുന്നു. ഏതെല്ലാം ആയിരുന്നു ഫസ്റ്റ് ലഭിച്ചത്? ഞാൻ ടോട്ടലായിട്ട് പങ്കെടുത്തിരുന്നത് ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, ദേശഭക്തി ഗാനം, തിരുവാതിര, കുച്ചിപ്പുടി. അതിൽ ലളിതഗാനത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും ദേശഭക്തി ഗാനത്തിനും തിരുവാതിരയ്ക്കും ഫസ്റ്റ് ഉണ്ട്, കുച്ചിപ്പുടിക്ക് സെക്കൻഡ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു പാട്ടിലേക്കും ഡാൻസിലേക്കും ഒക്കെ എത്താനുള്ള ഒരു? എൻ്റെ അച്ഛൻ ഗായകനാണ്. പണ്ടത്തെ അമൃത സൂപ്പർ സ്റ്റാറിലത്തെ ഫൈനലിസ്റ്റ് ആയിരുന്നു അച്ഛൻ. അമ്മ ഡാൻസറാണ്. എൻ്റെ പാട്ടിന്റെ ഗുരു എൻ്റെ അച്ഛനും ഡാൻസിന്റെ ഗുരു അമ്മയാണ്. അച്ഛനും അമ്മയും കൂട്ടിയാണ് പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെയായിരുന്നു നമുക്ക് ഈ ഒരു പാട്ട് പഠിക്കാൻ പണ്ട് മുതലേ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ തുടങ്ങിയിരുന്നു. പക്ഷെ ശരിക്കും പഠിക്കാൻ തുടങ്ങിയത് ഒരു 6 വയസ്സ് മുതലാണ് പഠിക്കാൻ തുടങ്ങിയത്. ശരിക്കും ഒരു സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് ഒരു 6 വയസ്സ് മുതലാണ്. അച്ഛന്റെ കീഴിലായിരിക്കും. അപ്പൊ ഡാൻസ് അമ്മയുടെ കീഴിലും. എത്ര വയസ്സ് മുതലായിരുന്നു? അതും ഒരു 6 വയസ്സ് മുതൽ. 6 വയസ്സ് മുതലായിരുന്നു. നമുക്ക് വേണ്ടിട്ട് ഒരു 2 വരി പാടാവോ? പാടാം. വീണ പാടുമീണമായി അകതാരിലൂറും വിരഹാർദ്രഗീതമേ നാടിനേൻ താളമായി നിഴലായി വീണ്ടും നിറദീപനാളമേ വീണ നന്നായിട്ടുണ്ട്. എങ്ങനെയാണ്, ഒറ്റമകളാണോ, സിബ്ലിങ്സ് ഉണ്ടോ? എനിക്കൊരു അനിയനുണ്ട്. അവന്റെ പേര് ചരൺ എന്നാണ്. പല്ലവിയാണ്, പല്ലവി ചരണം. അപ്പൊ പല്ലവി അപ്പൊ അവൻ ചരൺ. ഇപ്പൊ UKG പഠിക്കുന്നു. എങ്ങനെ ഇതുപോലെ പാടുവോ? അവൻ പാടും, പക്ഷെ നമ്മൾ പറഞ്ഞ അവൻ പാടില്ല. അവന് തോന്നുന്നെങ്കിൽ മാത്രം അവൻ പാടും. അങ്ങനെയാണ്. അച്ഛനാണല്ലേ? അതെ അതെ. എന്തായിരുന്നു പേര്? എന്റെ പേര് രതീഷ് പല്ലവി. രതീഷ് പല്ലവി. ഓക്കെ, അപ്പോ പാട്ട് പാടുന്നുണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞാൻ ഇതേപോലെ കൊച്ചുനാടൻ മുതലേ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന ഒരാളാണ്. 4ാം ക്ലാസ് മുതൽ ഒരു +2 വരെ കലാപ്രതിഭയായിരുന്നു. അത് കഴിഞ്ഞ് ഫുൾ ടൈം മ്യൂസിക്കിലേക്ക് മാറി. പ്ലേബാക്ക് സിംഗറാണ്, ഫുൾ ടൈം മ്യൂസീഷ്യനാണ്, മ്യൂസിക് ടീച്ചറാണ്, മ്യൂസിക് കമ്പോസറാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വഴിയെ തന്നെ മോളൂടെ വരുന്നതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഇവളെയും കൂട്ടി ഇങ്ങനെ കലോത്സവത്തിന് വരിക, സമ്മാനം നേടുക എന്നൊക്കെ പറയുമ്പോൾ പഴയൊരു നൊസ്റ്റാൾജിയാണ്. അപ്പോൾ അതിനെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് സന്തോഷം. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ പണ്ട് മുതലേ കലോത്സവ വേദികളിലൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ഒരു സമയത്തെ കലോത്സവം പണ്ട് കാലങ്ങളിലെ കലോത്സവം എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും കാലത്തിന് അനുസൃതമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിലും വന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് തീർച്ചയായിട്ടും കലോത്സവത്തിലും വന്നിട്ടുണ്ട്. അതിനിപ്പോൾ അതൊരു കൂടുതലാണോ കുറ്റമാണോ കുറവാണോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു 2000-ൽ ഉള്ള ഒരു ജീവിത രീതിയോ മനുഷ്യൻ്റെ നമ്മുടെ ടെക്നോളജിയുടെ സാധ്യതകളോ ഇപ്പം ഞങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. കാലത്തിനനുസരിച്ച് വന്ന മാറ്റമാണ്. അപ്പോൾ അതിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ടാവാം. പിന്നെ കലോത്സവങ്ങൾ അന്നും ഇന്നും എന്നും ഒരേപോലെ പരാതികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു മത്സരത്തിൻ്റെ ഭാഗമാണ്. അതിനെ ആ ഒരു സ്പിരിറ്റോട് കൂടി എടുക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അച്ഛൻ്റെ വക നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാട്ട്. തീർച്ചയായിട്ടും. കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ. കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ. നിറമേകും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയതേ മമ മോഹം നീയറിഞ്ഞു, മമ മോഹം നീയറിഞ്ഞു. അനുരാഗിണി
ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഓക്കെ, താങ്ക് യു. അപ്പോ പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും അതിൽ 4 എണ്ണത്തിലും ഫസ്റ്റ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഇവരുടെ ഫാമിലിയും എല്ലാവരും തന്നെ.